പുതിയ നിയമസഭ അടുത്തു തന്നെ രൂപീകൃതമാകും. ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിക്കും. പുതിയ അംഗങ്ങൾക്ക് താൽക്കാലിക സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം സ്പീക്കർ തെരഞ്ഞെടുപ്പുണ്ടാകും. അതിനു മുമ്പ് തന്നെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇതൊക്കെയാണ് വരാനിരിക്കുന്ന നടപടിക്രമങ്ങൾ. അപ്പോൾ നിയമസഭയിൽ 140 അംഗങ്ങളുണ്ടാകും. നേരത്തെ ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് പ്രാതിനിധ്യമുണ്ടായത്, ഇപ്പോൾ ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് പ്രാതിനിധ്യം കൂടിയത്, കുറഞ്ഞത് തുടങ്ങിയ ചർച്ചകളൊക്കെ നടന്നു വരുന്നുണ്ട്. കേരള കൗമുദി ഇന്ന് കൊടുത്ത ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: പുതിയ സഭ പിന്നോക്ക പ്രാതിനിധ്യം കുറഞ്ഞു. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. പുതിയ സഭ പിന്നോക്ക പ്രാതിനിധ്യം കുറഞ്ഞു. വാർത്ത ഇങ്ങനെയാണ്: പുതിയ നിയമസഭയിൽ പിന്നോക്ക സമുദായ പ്രാതിനിധ്യം ഗണ്യമായി കുറഞ്ഞു. കാലാവധി കഴിയുന്ന സഭയിൽ ഈഴവ, നാടാർ, ലത്തീൻ സമുദായങ്ങളിൽ നിന്നായി 30 പേരാണ് ഉണ്ടായിരുന്നത്. പുതിയ സഭയിൽ ഇവരുടെ എണ്ണം 23 ചുരുങ്ങി. ഈഴവ 17, നാടാർ 3, ലത്തീൻ 3 മുന്നണികളിലെയും അംഗങ്ങൾ ഇതിൽപ്പെടും. 140 അംഗങ്ങളിൽ പിന്നോക്ക പ്രാതിനിധ്യം 30 നിന്ന് 27 ചുരുങ്ങി. നേരത്തെ 4-5 മന്ത്രിമാരുണ്ടായിരുന്നു ഈഴവ സമുദായത്തിൽപ്പെട്ട. പക്ഷേ ഇത്തവണ എത്ര മന്ത്രിമാരുണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം. അതിനുശേഷം കേരള കൗമുദി പറയുകയാണ്: LDF ഈ തെരഞ്ഞെടുപ്പിൽ 30 ഈഴവർ ഉൾപ്പെടെ പിന്നോക്ക സമുദായങ്ങളിലെ 35 പേരെയാണ് മത്സരിപ്പിച്ചത്. കാലാവധി തീരുന്ന നിയമസഭയിൽ LDFന് 99 അംഗങ്ങളുണ്ടായിരുന്നത് 35 കുറഞ്ഞു. അതിന് ആനുപാതികമായാണ് സഭയിലെ പിന്നോക്ക സമുദായ പ്രാതിനിധ്യവും ഇടിഞ്ഞത്. UDF ഇത്തവണ 17 ഈഴവർ ഉൾപ്പെടെ 24 പിന്നോക്കക്കാരെയാണ് സ്ഥാനാർത്ഥികളാക്കിയത്. 102 സീറ്റ് നേടിയിട്ടും പിന്നോക്ക സമുദായ പ്രാതിനിധ്യം ആനുപാതികമായി ഉയരാത്തത് അതിനാലാണ്. UDF 2016ലെയും 2021ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈഴവ സമുദായത്തിന് നൽകിയത് യഥാക്രമം 13ഉം 14ഉം സീറ്റ്. UDF 2016 നൽകിയിരിക്കുന്നത് 13 സീറ്റ്, 2021 നൽകിയിരിക്കുന്നത് 14 സീറ്റ്. 2 തെരഞ്ഞെടുപ്പിലും സഭയിലെ ഈഴവർ പ്രാതിനിധ്യം ഒന്നിലൊതുങ്ങി. സീറ്റുകൾ വെട്ടിക്കുറച്ചതിന് പുറമെ വിജയ സാധ്യതയുള്ള സീറ്റുകൾ UDF നൽകാതിരുന്നതും കാരണമായി. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ശിവഗിരി മഠം സന്ദർശിച്ച ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ മഠം ഭാരവാഹികൾ സമുദായം നേരിടുന്ന ഈ ദുര്യോഗം ധരിപ്പിക്കുകയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈഴവർ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകളിൽ മതിയായ പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെടുന്ന നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. നിവേദനം അതുപോലെ രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കൈമാറി. പക്ഷേ എന്താണോ നേരത്തെ ഉണ്ടായിരുന്നത് അതേ അവസ്ഥ, പിന്നോക്ക സമുദായങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക എന്നതാണ്. ഇനി മറ്റൊരു ചെറിയ വാർത്ത കൂടി കേരള കൗമുദി നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 4 മന്ത്രിസ്ഥാനം നൽകണം എന്ന് വെച്ചാൽ UDF മന്ത്രിസഭയിൽ ഏറ്റവും ചുരുങ്ങിയത് 4 ഈഴവരെങ്കിലും മന്ത്രിമാരായി ഉണ്ടായിരിക്കണമെന്ന്. കെ കരുണാകരന്റെയും AK ആന്റണിയുടെയും മന്ത്രിസഭകളിൽ ഈഴവ സമുദായത്തിന് 4 മുതൽ 6 വരെ മന്ത്രിമാരെ ലഭിച്ചിരുന്നു. 2ാം പിണറായി സർക്കാരിലും സമുദായത്തിലെ 5 പേർ മന്ത്രിമാരായി. പുതിയ UDF മന്ത്രിസഭയിൽ ഈഴവ സമുദായത്തിന് കുറഞ്ഞത് 4 മന്ത്രിസ്ഥാനം അനുവദിക്കണമെന്നും നാടാർ, ലത്തീൻ സമുദായങ്ങൾക്കും അർഹമായ പരിഗണന നൽകണമെന്നുമാണ് ഉയരുന്ന ആവശ്യം എന്നാണ് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന വാർത്ത. സമുദായ പ്രാതിനിധ്യം അത് നിർബന്ധമായും പാലിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. സമൂഹത്തിൽ എങ്ങനെയാണോ പ്രാതിനിധ്യമുള്ളത് അതിൻ്റെ ആനുപാതികമായ പ്രാതിനിധ്യം നിയമസഭയിലും ഉണ്ടാകണം. അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈഴവ വിഭാഗത്തിന് ആ ശക്തി നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ഈഴവ വിഭാഗത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്ന്. UDF അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില കണക്കുകളും പുറത്തു വരുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്ര പേർ, ഹിന്ദു സമുദായത്തിൽ നിന്ന് എത്ര പേർ, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് എത്ര MLA-മാരുണ്ട് തുടങ്ങിയ കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ ഹിന്ദു സമുദായത്തോട് ഒപ്പം തന്നെ മുസ്ലിം, ക്രൈസ്തവ സമുദായത്തിനും സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് നിയമസഭയിൽ എന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ ആനുപാതികമായ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ അക്കാര്യവും പുറത്തു വരും. ഒരു കാര്യം ഉറപ്പാണ്: പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക്, അടിസ്ഥാന വർഗത്തിന് ഒരിക്കലും UDF-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ല. എന്നിട്ടും
ഈഴവ സമുദായവും പിന്നോക്ക വിഭാഗവും കോൺഗ്രസിന് നിരന്തരം വോട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ, അതല്ലെങ്കിൽ രാഷ്ട്രീയ മൗഢ്യം.